രമേശ് ചേട്ടനെ പട്ടിണി കിടന്നു. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടു അല്ലേ? ഞാനേ ഒരു തോർത്ത് വാങ്ങിച്ചോണ്ട് തരാം. അത് വയറ്റത്ത് മുറുക്ക കെട്ടിക്കോ, അപ്പൊ വിശക്കില്ല. ചൂടാവാതെ എന്റെ അച്ചുകുട്ടി, നീ നന്നായിട്ട് പാചകം ചെയ്തിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നല്ലോ. നീ ഉണ്ടാക്കുന്നത് വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഞാൻ നന്നായിട്ട് തന്നെയാ ഉണ്ടാക്കുന്നേ. ചിലറെ കണ്ണീർ തട്ടിയാ ഇങ്ങനെയായി പോകുന്നേ. അതെന്റെ കുഴപ്പമല്ലല്ലോ. നീയല്ലേ ഇവളെ പൊക്കി പറഞ്ഞോണ്ടിരുന്നത്, ഇപ്പൊ കേട്ടല്ലോ അല്ലേ? രമേശ് ചേട്ടാ, കഴിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? എന്നെ വിട്ടേക്ക് അച്ചുകുട്ടി, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ജീവിതത്തിൽ ചില റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. അത് പക്ഷെ സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടാവരുതല്ലോ. കുഴപ്പമായോ? അശ്വതിയുടെ പാചകം അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഒരു ദിവസം കഴിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ചെന്ന് കഴിക്കടാ. അമ്മാവ, ചാരു ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അമ്മ അവൻ അച്ചുക്കുട്ടി ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും. എന്തു പറ്റി ചാരുമോളെ, നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല ബാലമാമേ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ തലവേദന. ആശ്വസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, പെട്ടെന്ന് ഇപ്പൊ എന്താ ഒരു തലവേദന? അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ വെച്ചാ? തലവേദനയല്ലേ, വരും പോവും. അച്ഛൻ ചെന്ന് കഴിക്കേ. അതെ ബാലമാമേ, ചെന്ന് കഴിക്കേ. മോള് മരുന്ന് കഴിച്ച് കിടന്നോ? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ എല്ലാം മാറും. അശ്വതി, കഴിക്കാനെടുത്ത് വെക്കേ. ശരി അച്ഛാ. ആ കുച്ചേട്ടനും പോയി കഴിക്കേ. ആകാശേ, വാ വന്ന് കഴിക്കേ. ശരി അച്ഛാ. എവിടെ എവിടെ? വാ 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 വാ, ഇരിക്ക്. വാ ഇങ്ങോട്ട്. വിടലിയ അങ്ങോട്ട് അങ്ങോട്ട്. എന്ത് രമേശേട്ടാ, അവിടെ ഇരിക്കും. അങ്ങനെ ഇനി അച്ഛണ്ടാക്കിയത് കഴിക്കേണ്ടി വരുമല്ലോ. ചാരു ചേച്ചി കഴിക്കുന്നില്ലേ? വാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. മോള് കഴിക്കേ. മോളെ, നീ എന്തായി കാണിക്കുന്നേ? നീ അരവിന്ദിന്റെ ഹേമയുടെയും കൂടെ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല മമ്മി, എന്റെ കല്യാണ ജീവിതത്തിൽ വിള്ളൽ വീണു. ഇനിയത് നേരെയാക്കാൻ പറ്റില്ല. ഒളിച്ചു കളയാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഞാനതാ ചെയ്യാൻ പോകുന്നത്. അരവിന്ദ് ഇന്നലെ പറഞ്ഞ ഡിവോഴ്സ് നോട്ടീസ് ഞാനിതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അരവിന്ദ് എപ്പോഴാണെന്ന് വെച്ചാ സൈൻ ചെയ്തിട്ട് ഇങ്ങ് തന്നാ മതി. നമ്മൾ തമ്മിൽ ഇനിയൊന്നുമില്ല. മാഡം, ഇതെനിക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് അല്ല, എന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് തുല്യമാണ്. മോനെ, മാഡം, മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശ്രേയ, മോളെ, പൊന്നു, മോളെ, അവിടെ നിക്ക്. പൊന്നു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മാഡം, പൊന്നു, മോളെ, മോളെ വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്ക്. മോളെ, മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ വേണേ കാല് പിടിക്കാം മാഡം. മാഡം, പൊന്നു, മാഡം.